നമ്മുടെ കൊല്ലക്കടവിൽ യാതൊരു മായവും ചേർക്കാതെ ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള ചപ്പാത്തി കിട്ടുന്ന ഒരു സ്പോട്ട് കാണിച്ചു തരട്ടെ എങ്കിൽ വാ. ഹായ് ചേട്ടാ, നമസ്കാരം. നമസ്കാരം. പേരെങ്ങനായിരുന്നു? ഇവിടെ ഈ സ്ഥാപനം തുടങ്ങിയിട്ട് എത്ര നാളായി? 4 മാസമായി. ഇവിടെ മായം ചേർക്കാത്ത ചപ്പാത്തിയാണോ ഉണ്ടാക്കുന്നത്? മായം ചേർക്കാതെ ഉണ്ടാക്കുന്നത്. സാധാരണ പാക്കറ്റുകളിൽ കിട്ടുന്നത് മായം ചേർത്താണ് വരുന്നത്. കടകളിൽ നിൽക്കുന്നതുകൊണ്ട് ഒരുപാട് ദിവസം ഇരിക്കേണ്ടത് അവർ മായം ചേർക്കുന്നത്. നമുക്ക് 2 ദിവസത്തെ കൂടെ വെച്ച് ഇരിക്കാൻ പറ്റില്ല. നമ്മൾ കടകളിലൊക്കെ സെയിൽ ചെയ്യുന്നുണ്ടോ? ഇല്ല, കടകളിൽ സെയിൽ ചെയ്യും. അതെന്താ സെയിൽ ചെയ്യാൻ? കടകളിൽ സെയിൽ ചെയ്താൽ മായം ചെയ്യാൻ തുടങ്ങും. അവരോട് 5 ദിവസം ഇരിക്കണ്ടേ, അതുകൊണ്ട് കൊടുക്കുന്നില്ല. നമ്മൾ മായം ചേർക്കാത്തതുകൊണ്ട് കേടായി പോകും. 2 ദിവസം ഇരിക്കാൻ പറ്റും. ഫ്രിഡ്ജിൽ വെക്കണം. ചേട്ടാ, എന്ത് മാവാ ഇതിന് യൂസ് ചെയ്യുന്നത്? ഇത് കുത്തുവിളക്കിന്റെ ചക്കയാട്ട. കുത്തുവിളക്കിന്റെ ആട്ടയാണല്ലേ? കുത്തുവിളക്കിന്റെ ചക്കയാട്ട. നമ്മൾ ഒരു ദിവസം എത്ര ചപ്പാത്തി ഉണ്ടാക്കും? നമ്മള് കിലോ കണക്ക് ഉണ്ടാക്കുന്നത്. 7 കിലോ 10 കിലോ ഒക്കെ ഉണ്ടാക്കുന്നത്. ഒരു ദിവസം ഒരു 10 കിലോ. എല്ലാം സെയിൽ ആവുന്നുണ്ടോ? സെയിൽ ആവുന്നുണ്ട്. ഇതിപ്പോ ഇതിന്റെ എങ്ങനെയാ പ്രോസസിംഗ് നിങ്ങൾ കാണിച്ചു തരാം? നമ്മളിപ്പോ ഇത് കുഴക്കുകയാണ്. മാവ് കുഴക്കുകയാണ്. 25 മിനിറ്റ് കുഴക്കും. 25 മിനിറ്റ് കുഴക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൽ കൊണ്ടുവന്നിട്ട് ബോളാകും. ഇതിൽ കൊണ്ട് ബോളാകും. മെഷീനിൽ ബോളായി വരും. താഴെ ബോളായിട്ട് ഇറങ്ങി വരും. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ മെഷീന്റെ അകത്ത് അവിടെ ഇവിടെ വന്നിട്ട് ഇതിന്റെ അത് ഇട്ട് കൊടുക്കും. ഇവിടെ ബോളായ ശേഷം ബോൾ ഇതിനകത്ത് ഇടും അല്ലേ? ബോൾ ഇതിനകത്ത് ഇടും. ബോൾ ഇതിനകത്ത് ഇട്ട് കൊടുക്കും. ചപ്പാത്തിയായി വരും അല്ലേ? ചപ്പാത്തിയായിട്ട് വരുന്നുണ്ടോ? ഇത് ഹാഫ് കുക്ക് ചെയ്താണോ വരുന്നത്? ഹാഫ് കുക്കാണിത്. ഹാഫ് കുക്കാണ്. ആ മെഷീൻ തന്നെ ഹാഫ് കുക്കാണ് അല്ലേ? ഹാഫ് കുക്കാണ്. അത് വന്നിട്ട് എങ്ങോട്ട് വരും? ഇതുവഴി കയറി വന്നിട്ട് ഇങ്ങനെ കറങ്ങി വരും. ഇത് ഫാനാണ്. ഇത് ഫാൻ വന്നിട്ട് ഹീറ്റ് ആകുന്നത് കുറച്ച് ചൂടായിട്ട് ഇറങ്ങി വരുന്നത് ചപ്പാത്തി. അത് തണുപ്പിച്ച് വരും അല്ലേ? ഇതിനകത്ത് വന്ന് വീഴും അല്ലേ? ഓക്കെ. ഇനി ഇത് പാക്ക് ചെയ്ത് വിടുവാണോ? ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പാക്ക് ചെയ്യുക. ഇനി ഇത് പാക്ക് ചെയ്ത് വിടുക അല്ലേ? നമ്മൾ ചപ്പാത്തി കൊണ്ടുപോയി കഴിഞ്ഞാൽ ആൾക്കാർ ഫ്രിഡ്ജിൽ വെക്കണം. 100% ഗ്യാരണ്ടി അല്ലേ? 100% ഗ്യാരണ്ടി. ഒരു മായവും ചേർക്കാതെ ഒരു മായം ചേർക്കുന്നില്ല. കടകളിൽ നമുക്ക് വിറ്റാ മതി. ആളുകൾ വന്ന് വാങ്ങിക്കുന്നുണ്ടല്ലേ? ഒരു ദിവസം എത്ര കിലോ ചെലവാകും മാവ്? 10 കിലോയുടെ ചപ്പാത്തി നമ്മൾ സെയിൽ ആവുന്നുണ്ട്. ഓക്കെ. നമ്മള് കടകളിലൊക്കെ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ കൊടുക്കുവോ? കടകളിൽ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ 2 ദിവസം ഇരിക്കത്തുള്ളൂ. അവർ ഫ്രിഡ്ജിൽ വെക്കണം. 2 ദിവസം ഇരിക്കത്തുള്ളൂ. ഫ്രിഡ്ജിൽ വെക്കണം. ഗ്യാരണ്ടി ഇല്ല. തിരിച്ചെടുക്കത്തില്ല. മായം ചേർക്കാത്തോണ്ട് തിരിച്ചെടുക്കാൻ നോക്കത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കടകളിൽ സെയിൽ ചെയ്യാത്തത്. 100% ഗ്യാരണ്ടിയാണ്. വിശ്വസിച്ച് വാങ്ങിക്കാം. ഓക്കെ. 12 ചപ്പാത്തി 50 രൂപ അല്ലേ? നമ്മൾ എത്ര മണിക്ക് കട ഓപ്പൺ ആവും? രാവിലെ 7 മണിക്ക് തൊട്ട് വൈകിട്ട് 8 വരെ. രാവിലെ 7 മണി തൊട്ട് നമ്മൾ എത്ര മണി തൊട്ട് അവൈലബിൾ ആവും ചപ്പാത്തി? 7 മണി മുതൽ അവൈലബിൾ. അതിന് മുമ്പ് നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങും. 7 മണി തൊട്ട് ചപ്പാത്തി അവൈലബിൾ ആണ്. വൈകിട്ട് 8:30 വരെയാണ്. രാത്രി 8:30 വരെ. ഓക്കെ. ഹോം ഡെലിവറി അവൈലബിൾ ആണോ? ഹോം ഡെലിവറി അവൈലബിൾ. അത് നമ്മൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ കൊണ്ടുകൊടുക്കും. നമ്പർ ചേട്ടാ നമ്പർ കൊടുത്തേക്കാം. ഈ നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി അല്ലേ? അപ്പൊ ഈ ചപ്പാത്തിയുടെ പേരെങ്ങനായിരുന്നു? TN ഫ്രഷ് ചപ്പാത്തി അല്ലേ? ഫ്രിഡ്ജിൽ സൂക്ഷിക്കാന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ 100% മായം ചേർക്കാത്തത് കൊണ്ട് ഫ്രിഡ്ജിൽ വെക്കണം. 2 ദിവസം എക്സ്പയറി ഡേറ്റ് 2 ദിവസമേ ഉള്ളൂ. അച്ഛാ, ഇവിടുന്ന് സ്ഥിരം ചപ്പാത്തി വാങ്ങിക്കുന്നതാണോ? എങ്ങനെയുണ്ട് ഇവിടെ ചപ്പാത്തി? നമ്പർ 1 ചപ്പാത്തി. സുപ്പീരിയർ. സൂപ്പർ നമ്പർ 1. യാതൊരു മായവും ചേർക്കാത്ത. കൊല്ലകടവിൽ അനേകം ഉണ്ടല്ലോ. അതെല്ലാം വിട്ട് ഞാൻ ഇവിടുന്ന് മേടിക്കുന്നത്. വിശ്വസിച്ച് വാങ്ങിച്ച് കഴിക്കാം. യാതൊരു മായവും. നമ്പർ 1. അപ്പോൾ യാതൊരു മായവും ചേർക്കാതുള്ള ചപ്പാത്തിയാണ് TN ഫ്രഷ് ചപ്പാത്തി എന്നാണ് ഈ ചപ്പാത്തിയുടെ പേര്. അപ്പോൾ നിങ്ങളൊക്കെ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ചെങ്ങന്നൂർ ചെറിയനാട് റോഡാണ്. കടയ്ക്കാട് ഗുരുമന്ദിരത്തിന് സമീപമാണ്.